ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് വ്ളോഗായിട്ടാണ്. അപ്പോൾ മാസപ്പിറവ് കണ്ടു, ന്യൂസൊക്കെ കണ്ടു. അപ്പോൾ പെരുന്നാളാണെന്ന് കൺഫേം ആയി. അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ട്. അവൻ്റെ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു വൈറ്റ് തീമൊക്കെ മതിയെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചു. അവന് ഷൂസും ക്യാപ്പും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പാടെ ബ്രദറിൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പാടെ ബ്രദറും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലും കംപ്ലീറ്റ് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. കുഞ്ഞിൻ്റെ അലമ്പൊക്കെ കാരണം ഇപ്പം കുറച്ച് ദിവസം മുന്നേ ആണെങ്കിലും വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പോലും. കുഞ്ഞും കൂടെ ആയപ്പോൾ ബഹളമൊക്കെ ആയാൾ. അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പിന്നെ രാത്രി പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നാളെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി തുടങ്ങി. നമുക്ക് എല്ലാ പെരുന്നാളിനും തിക്കിടി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവാറുള്ളത്. അത് ഈ കോട്ടയത്തുള്ളൊരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ പെരുന്നാളിനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിക്കിടിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ രാത്രി അതെല്ലാം ഉമ്മച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രൈവിന് ജസ്റ്റ് ഒന്ന് ഈദ് വൈബൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൗണിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഇറങ്ങി അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് കാറിലിരുന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സാധാരണ എല്ലാ ഈദിനും ഇങ്ങനെ നൈറ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോപ്സ് ഒന്നും ക്ലോസ് ചെയ്യാറില്ല. ഡ്രസ്സിങ് ഷോപ്പ്, ബൊട്ടീക്ക് പോലുള്ളതൊക്കെ 3 മണി 4 മണി വരെയൊക്കെ കാണാറുണ്ട്. പിന്നെ കുറച്ചുള്ള ഈ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ അവിടെ ഇവിടെയും കാണാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അതുകൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2-3 വർഷമായിട്ട് നൈറ്റ് ഇങ്ങനെ റോഡിൽ നിന്ന് ഓരോ ഷോപ്പിലുള്ളവർ പായസമായിട്ടും അങ്ങനെ സ്വീറ്റ്സൊക്കെ സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ടൗണിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് സേമിയ പായസവും തരിക്കഞ്ഞിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കുടിച്ച് എൻജോയ് ചെയ്തിട്ടാണ് കറങ്ങി നടന്നത്. ഫസ്റ്റ് സ്പോട്ടിൽ നമുക്കത് കിട്ടി. പിന്നെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അടപ്രഥമൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മളൊരു പായസം കുടിച്ച് വയറ് ഫില്ലായതുകൊണ്ട് നമ്മൾ ആകെ 2 ഗ്ലാസ് വാങ്ങിച്ച് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാപ്പാടെ ബ്രദറിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വാപ്പാടെ ബ്രദറും വൈഫും പിന്നെ അവർ 2 മക്കളും. ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അവന്മാരും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈലാഞ്ചിയിടലൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതിനും മൂത്ത എൻ്റെ ഇത്താണ് മൈലാഞ്ചി ഇട്ട് തരാറ്. പക്ഷേ ഇപ്രാവശ്യം അനിയത്തിയാണ് ഇട്ട് തന്നത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നേരം വെളുത്ത് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ആയിട്ട് അയൺ ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ അയൺ ചെയ്തു. കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്ത് വെച്ച് അങ്ങനെ എല്ലാവരും രാവിലെ ആകുമ്പോൾ പിന്നെ കുറച്ചൊരു ബഹളമാണ്. എല്ലാവരും റെഡിയാവലും പിന്നെ ഉണരാനുള്ള താമസവും. കാരണം ഇതിൻ്റെ അന്ന് രാത്രി തലേ ദിവസം നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കിടക്കാൻ എന്താണേലും നന്നായിട്ട് ലേറ്റാവും. അപ്പം അതുകൊണ്ടിട്ട് തന്നെ എണീക്കാനും അത്യാവശ്യം എല്ലാവരും ലേറ്റാവും. 7:15 നമസ്കാരം. എല്ലാ വർഷവും നമ്മൾ നമസ്കരിക്കാൻ ഈദ്ഗാഹിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം പോകാൻ. കാരണം ലാസ്റ്റ് ഇയർ ഞാൻ നാട്ടിലില്ലായിരുന്നുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ തിക്കിടിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വർഷവും ഉള്ള ഒരു പതിവാണ് ഫസ്റ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തറവാട്ടിലോട്ട് കയറിപ്പോലും അവിടെ നിന്നാണ് ഫസ്റ്റ് പെരുന്നാൾപ്പൊടി വാങ്ങിച്ച് കളക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പം എല്ലാ വർഷവും രാവിലെ വാപ്പാട് ഉമ്മാനെ ആയമ്മ എന്നാണ് പറയാറ്, ആയമ്മാനെ കണ്ടിട്ടാണ് എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തറവാട്ടിൽ പോയി കുറച്ച് സമയം നമസ്കാരം 7:15 സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ അവിടെ പോകാറുണ്ട്. പിന്നെ അലിമോൻ്റെ ഫസ്റ്റ് ഈദായതുകൊണ്ടിട്ട് അവനെയും രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി പള്ളിയിൽ കൊണ്ടുപോകാനായിട്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അവൻ എന്താവും, ബഹളം വെക്കുമോ, ചൂടായതുകൊണ്ടിട്ടൊക്കെ ഒരു ടെൻഷനായിരുന്നു. ഏതായാലും കറക്റ്റ് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൻ നല്ല ബഹളം തുടങ്ങി. അതുകൊണ്ട് എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ കുറച്ച് ടേബിളിൽ കിടത്തി അവൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പം അജുവിനും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അജു എൻ്റെ ഹസ്ബൻഡ്, ആൾക്ക് ഭയങ്കര സങ്കടമാണ് കുഞ്ഞിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഈദ് കൂടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ആളെയും വിളിച്ച് കുറച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബിരിയാണി കുക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പ്രിപ്പറേഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം മോൻ നല്ല അലമ്പായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മട്ടൻ ബിരിയാണി ആയിരുന്നു, അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാവരും ഒരുമിച്ചാണ് സാധാരണ നമ്മൾ ഇതിന് കഴിക്കാറ്. ഇപ്രാവശ്യം ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നെച്ചു വന്നിട്ടുണ്ടായിരുന്നു.
അവളെൻ്റെ സിസ്റ്ററാണ്. ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം അവളും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്കുമായിട്ട് കുറച്ച് നേരം, കുഞ്ഞിൻ്റെ പേര് തങ്കു എന്നാണ്, അപ്പോൾ തങ്കുമായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ 4 പേരും കൂടെ മാത്രം, ഞങ്ങൾക്ക് എല്ലാ ഈദിനും ഇങ്ങനെ ഒരു പുറത്തൊരു ഔട്ടിങ് പോക്കൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോകാറുണ്ട് നമ്മളെല്ലാ ഈദിനും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അടുത്തുള്ള ഒരു ഫുഡ് കോർട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ നെച്ചു വന്നപ്പം ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ വരുന്ന പോലെയല്ല, ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൾ നേരത്തെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്കുള്ള പാഴ്സലായിട്ട് ഇറങ്ങിയിട്ട് അപ്പം പെട്ടെന്ന് നമുക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നപ്പോൾ ഉമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിയുടെ ഉമ്മായും ബ്രദറും വൈഫും കുഞ്ഞുങ്ങളും അവരെല്ലാവരും കൂടെ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഈദിൻ്റെ അന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. സാധാരണ എല്ലാ വർഷവും ആനയും കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അത് ആൾക്കാരും വേറെ കാവടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൾക്കാരും കുറവായിരുന്നു, ആനയില്ലായിരുന്നു. ഒരു വണ്ടിയിലുള്ള കുറച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പോൾ രാത്രി അതൊക്കെ പോയപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ. നമ്മൾ ഉത്സവം കാണാൻ പോകാറില്ല, അടുത്ത് തന്നെയുള്ള അമ്പലമാണെങ്കിൽ നമ്മൾ ഉത്സവം കാണാൻ അങ്ങനെ പോകാറില്ല. പക്ഷേ എപ്പോഴും ഈ രാത്രി ഇങ്ങനെ ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ചെണ്ടയും മേളമൊക്കെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ എപ്പോഴും. പക്ഷേ നമ്മൾ പോയി കാണാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ മക്കൾ. അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരും സെയിം കളറ്, ഉമ്മച്ചി അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ നമ്മളിങ്ങനെ യൂണിഫോം പോലെയാണ് ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ വാപ്പാടെ 2 ബ്രദേഴ്സിൻ്റെ വൈഫും അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെച്ചു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്ത് കാണുമായിരുന്നു കേട്ടോ. നെച്ചു എല്ലാ ഇതിനും നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് രാത്രിയാണ് അതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കിയതും കണ്ടതും ഒക്കെ. അപ്പോൾ ഡ്രസ്സൊക്കെ കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതിനേക്കും ബൈ.